ഇപ്പോൾ പുതിയൊരു ഫോൾഡബിൾ ഫോണും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനർജൈസർ അൾട്ടിമേറ്റ് U660S എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോണാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നത്. പൊതുവേ എനർജൈസർ എന്ന് പറയുന്ന ബ്രാൻഡ് അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് വരുന്ന അല്ലാന്നുണ്ടെങ്കിൽ റഗഡ് ഫോൺസൊക്കെയാണ് ലോഞ്ച് ചെയ്യാറ്. ഇതിപ്പോൾ ഒരു ഫോൾഡബിൾ ഫോണാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാംഷെൽ ഫോൾഡബിൾ ഫോണാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എനർജൈസർ അൾട്ടിമേറ്റ് U660S എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. OLED പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 25 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 3400 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനർജൈസറിൻ്റെ ഫോണായിട്ടും ഭയങ്കര വലിയൊരു ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇതിൽ വരുന്നില്ല. 3400 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രോസസ്സറിൻ്റെ കാര്യമാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു ഫോൾഡബിൾ ഫോൺസിലൊക്കെ നമ്മൾ 5G സപ്പോർട്ട് മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു 5G പ്രോസസ്സർ അല്ല, 4G സപ്പോർട്ടാണ് ഇതിൽ മാക്സിമം വരുന്നത്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഡീൽ ബ്രേക്കർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ഫോണും 44,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G പ്രോസസ്സർ അവർക്ക് കൊടുക്കായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സർ വേണം എന്നല്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറെങ്കിലും കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ അത് വരുന്നില്ല. പിന്നെ മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. MWCയിൽ ഈ ഫോൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. വില വരുന്നത് 499 യൂറോസാണ്. അതായത് 44,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോണാണ്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ, ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊന്നും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. എനർജൈസർ പൊതുവെ അവരുടെ ഫോണിൽ ഇന്ത്യൻ മാർക്കറ്റിലായിട്ട് ലോഞ്ച് ചെയ്യാറില്ല. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു പുതിയൊരു ഫോൾഡബിൾ ഫോണും കൂടി ഇപ്പം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.